ഹലോ ഫ്രണ്ട്സ്, ഞാൻ സലു. ഇന്ന് ഞാൻ കാണിക്കുന്നത് സുമേഷ് ജോർജിൻ്റെയും മഞ്ജു സുരേഷിൻ്റെയും 80 സെൻറ്റ് സ്ഥലത്തിലുള്ള വീടിനോട് ചേർന്നുള്ള ഗാർഡനിലെ ഒരു വലിയ ഏദൻ തോട്ടമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം മൂവാറ്റുപുഴ റൂട്ടിൽ പുത്തൻകുരിശ് കഴിഞ്ഞ ചൂണ്ടിയിലാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീട് 8 വർഷങ്ങൾക്ക് മുമ്പാണ് പണി കഴിപ്പിച്ചത്. ഇതൊരു കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇത് സുമേഷ് സാറിൻ്റെയും മഞ്ജു മാഡത്തിൻ്റെ ഒരു സ്വപ്ന ഭവനം കൂടിയാണ്. ബിസിനസ്സുകാരനായ ഭർത്താവിൻ്റെ 2 ആൺമക്കളുടെയും പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഈ ഗാർഡൻ ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലളിതമായ രീതിയിലാണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വസ്തുക്കളായ നാച്ചുറൽ സ്റ്റോൺസ് ഉപയോഗിച്ചാണ് പാറ്റേൺ ചെയ്തിരിക്കുന്നത്. വീടിന് ചുറ്റും ബഫലോ ഗ്രാസ് ആണ് ലോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം ഏദൻ തോട്ടം എന്ന് വിശേഷിപ്പിച്ചത് വെറുതെ അല്ല. ഇവിടെ 60-ൽ പരം പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ആണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ബ്രസീലിയൻ മൽബറി, റെയിൻ ഫോറസ്റ്റ് പ്ലം, ബുഷ് ഓറഞ്ച്, അതുപോലെ തന്നെ ബോൾ അരേലിയ, ടൂക്കു, മൽബറി, മധുരമാമ്പഴം, അതുപോലെ അമ്പഴങ്ങ, റെഡ് സപ്പോട്ട, വാനില, ടെന്നീസ് ചെറി, വെൽവെറ്റ് ആപ്പിൾ, ചെറി തന്നെ പലതരത്തിലുള്ളത്, ആത്ത, ബട്ടർ ഫ്രൂട്ട്, ചിക്കു, ലിച്ചി, ആപ്പിൾ ജാമ്പ, അതിൻ്റെ വൈറ്റും റെഡും ഉണ്ട്. അതുപോലെ തന്നെ മാവ്, പെരിയൂരിൻ്റെ മാവുണ്ട്. റംബൂട്ടാൻ യെല്ലോ കളറിലെ, റെഡ് കളറിലെ ഉണ്ട്. പിന്നെ സാധാരണ നമ്മൾ കാണുന്ന നാരകം, പിന്നെ ബബ്ലൂസ് നാരങ്ങ, പിന്നെ യെല്ലോ കളറിലെ ഇരുമ്പം പുളി, റൊലേനിയ, മറാങ്കോ, അതുപോലെ തന്നെ ഇരുമ്പൻ പുളി, ലവ്ലോലിക്ക, ആയുർ ജാക്കിൻ്റെ 2-3 വെറൈറ്റീസ് ഉണ്ട്. ബറാബ ഫ്രൂട്ട്, ലോങ്ങൻ ഫ്രൂട്ട്, മിറക്കിൾ ഫ്രൂട്ട്, വെള്ള ഞാവൽ, അതിൻ്റെ ബ്ലാക്ക് കളറുണ്ട്, മുട്ടിപ്പഴം, ഓസ്ട്രേലിയൻ ഓറഞ്ച്, ഇനിയും ഒരുപാടുണ്ട്. എനിക്ക് പറഞ്ഞാൽ പോലും തീരാത്തവണ്ണം ലിസ്റ്റിൽ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ 10 മണി ചെടികളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. ഏകദേശം 100-ൽ പരം 10 മണി ചെടികളാണുള്ളത്. ഓർക്കിഡ്സ് തന്നെ ഏകദേശം 50 വെറൈറ്റിയിലുണ്ട്. അതിൽ ഡെൻഡ്രോബിയം തന്നെ 100 വെറൈറ്റീസിൽ കൂടുതലുണ്ട്. വാൻറ്റ ആണെങ്കിൽ 50 തരത്തിലുള്ള ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഫിലിനോപ്സിസ് 40 വെറൈറ്റിയിലുള്ളതുണ്ട്. അങ്ങനെ കാറ്റ്ലിയ 10 വെറൈറ്റി, ഹോയയുടെ ആണെങ്കിൽ 60 വെറൈറ്റിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണുള്ളത്. ഹെലനോപ്സിസ് 10 എണ്ണത്തിൽ കൂടുതലുണ്ട്. മില്ലേനിയം മാജിക്, അതുപോലെ തന്നെ ഡാൻസിങ് ഗേളിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. മഞ്ജു മാഡം ഏകദേശം 8 കൊല്ലത്തോളം സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തതാണ്. മാഡം തൻ്റെ കുട്ടികളെ നോക്കുന്ന പോലെ തന്നെയാണ് ഓരോ ചെടികളെയും നോക്കി പരിപാലിച്ചു വരുന്നത്. അദീനിയത്തിൻ്റെ ഒരു 150-ൽ പരം ഷെയ്ഡുകളാണ് മാഡത്തിൻ്റെ കളക്ഷനിലുള്ളത്. അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സിൻ്റെ ഒരു വലിയ കളക്ഷൻസ് ഉണ്ട്. ലോട്ടസ് ആണെങ്കിലും വാട്ടർ ലില്ലീസ് ആണെങ്കിലും ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. ഞാനത് അടുത്ത പാർട്ട് 2-ൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. തീർച്ചയായും നിങ്ങൾ കാണണം. 60-ൽ പരം ഹോയയുണ്ട്. അതുപോലെ തന്നെ ബൊഹേം വില്ലയുടെ 50-ൽ പരം വെറൈറ്റീസിലാണുള്ളത്. ഇവിടുത്തെ ഗൃഹനാഥനും അതുപോലെ തന്നെ മഞ്ജു മാഡത്തിനും ഒരുപോലെ ഇഷ്ടമാണ് ബൊഹേം വില്ല. അവരെവിടെ പോയാലും അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ കാണുവാണെങ്കിൽ കളക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കുട്ടിക്കാലം മുതലേ ചെടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് മഞ്ജു മാഡം. ഇപ്പം വിവാഹശേഷവും ഭർത്താവിനോടൊപ്പം താമസിക്കുമ്പോഴും ചെടികളെ മാറ്റി നിർത്താതെ എല്ലാ ദിവസവും അതിനെ തൊട്ട് തലോടിയും അതിനോട് ചെടികളുമായിട്ടുള്ള സംസാരിക്കുന്ന സമയമാണ് ഏറ്റവും മനോഹരമായ സമയമെന്ന് പറയുകയുണ്ടായി. മനോഹരമായ ഈ വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ടു നോക്കാം.
വിശാലവും മനോഹരമായിട്ടുള്ള ഒരു വീടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വുഡിലാണ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നല്ല അടുക്കും ചിട്ടയോടു കൂടിയാണ് ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗാർഡൻ മാത്രമല്ല, ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം തന്നെ ഇവിടെ കൃഷി ചെയ്തു പോകുന്നുണ്ട്. അക്വപോണിക് രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്തു പോരുന്നത്. 150-ൽ പരം മീനുകളെ ഇവിടെ വളർത്തുന്നുണ്ട്.
പ്രകൃതിയുമായിട്ട് ഇണചേർന്ന് നിൽക്കുന്നതാണ് ഇവിടുത്തെ ഗാർഡനും വീടും. ഓർക്കിഡുകളെല്ലാം തന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് കൂടുതൽ ചൂടായത് കാരണം പൂക്കൾ വിരിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ വളരെ ഭംഗിയായിട്ട് ഈ ഓർക്കിഡുകളെല്ലാം തന്നെ പുഷ്പിച്ചു വരുന്നത് കാണാൻ മറക്കരുത്. പാർട്ട് 2-ൽ ഓർക്കിഡ്സിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള ഷെയ്ഡ്സും പലതരത്തിലുള്ള ഓർക്കിഡ് പ്ലാന്റ്സും കാണിക്കുന്നതാണ്. ഇത് ഈ വീട്ടിലെ എല്ലാവരുടെയും പെറ്റാണ്. കിറ്റി എന്നാണ് പേര്. 4 മാസമായിട്ടുള്ള തത്തയാണ്. ഇത് നോർത്ത് അമേരിക്കൻ ബ്രീഡാണ്. കിറ്റി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കുകയും തിരിച്ചതുപോലെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് മഞ്ജു മാഡം. പ്രകൃതിയെയും പൂക്കളെയും ചെടികളെയും അതുപോലെ തന്നെ കിളികളെയും മൃഗങ്ങളെയും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതുകൂടാതെ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും കൂടിയാണ്. ഈ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സ് എല്ലാം തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 കൊല്ലമായിട്ടുള്ളൂ ഈ ബഫലോ ഗ്രാസ് ലോണിൽ വെച്ച് പിടിപ്പിച്ചത്. ഇതൊരു പരിധി വരെ പുല്ലുകൾ വളരാതിരിക്കാൻ സഹായിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഒരുപാട് പക്ഷികളാണെങ്കിലും കൊക്കുകൾ എല്ലാം വന്ന് ഈ ഒരു ഗാർഡന് ചുറ്റും കാണാൻ സാധിക്കും. ഇതാണ് ഈ വീട്ടിലെ ഗ്രഹനാഥൻ സുമേഷ് ജോർജ്. സാറിൻ്റെ 2 മക്കളാണ്. അവർക്ക് 2 പേർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്പോർട്സിനോടാണ്. അതുപോലെ തന്നെ 6 വയസ്സുള്ള ജെയ്ക്സ് എന്ന പട്ടിയുമുണ്ട്. ഇവരുടെ കൂടെ ഫുട്ബോൾ കളിക്കാനാണ് ഏറെ ഇഷ്ടം. ഇവിടെ ആദ്യം സ്ഥലം വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ ചെടികളോ അല്ലെങ്കിൽ മരങ്ങളോ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 8 കൊല്ലത്തിനിടയിലാണ് ഈ ചെടികളും മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വായുമലിനീകരണം ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ 2ാം ഭാഗത്ത് വാട്ടർ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസിലുള്ള ലോട്ടസും അതുപോലെ വാട്ടർ ലില്ലീസും എല്ലാം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഈ വീട്ടിലെ ജെയ്ക്സ്, 6 വയസ്സുകാരൻ. ഈ ഏതൻ തോട്ടത്തിൽ ചെടികളിലും മരങ്ങളിലും ഒക്കെ ചെറിയ ചെറിയ കുരുവികൾ വന്ന് കൂടുകൾ കൂട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇവിടുത്തെ ഫ്രൂട്ട് ഗാർഡൻ ഒന്ന് കണ്ടു നോക്കാം. ഇനി സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ കാണാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Bye bye.